രാജ്യ തലസ്ഥാനത്ത് നിന്ന് വരുന്ന വാർത്തകളും കണക്കുകളും ഏവരെയും ഞെട്ടിക്കുന്നതാണ്. ഈ വർഷം തുടങ്ങി, അതായത് 2026 തുടങ്ങി ആദ്യ 15 ദിവസങ്ങൾക്കകം തന്നെ ഡൽഹിയിൽ നിന്ന് കാണാതായിരിക്കുന്നത് 800ഓളം പേരെയാണ്. ഇതിൽ പകുതിയിൽ കൂടുതലും സ്ത്രീകളാണ് എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം. ഹിന്ദുസ്ഥാൻ ടൈംസ് പുറത്തുവിട്ട പോലീസ് ഡാറ്റ പ്രകാരം ജനുവരി 1 മുതൽ 15 വരെയുള്ള കാലയളവിൽ 800ഓളം പേരെ കാണാതായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൃത്യമായി പറഞ്ഞാൽ 500-ലധികം പേർ സ്ത്രീകളാണ്. ദിവസേന ശരാശരി 50-ലധികം ആളുകളെ ഇവിടെ കാണാതാകുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ കൂടുതലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും സ്ത്രീകളുമാണെന്ന കാര്യം ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളെ ചോദ്യമുനയിൽ നിർത്തുന്നുണ്ട്. ആദ്യ 15 ദിവസം കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ കാണാതായതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ആളുകളെ കാണാതാകുന്നത്? പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിന് ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടാകാം. മനുഷ്യക്കടത്ത്, സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യം വയ്ക്കുന്ന മാഫിയകൾ സജീവമാണോ എന്ന സംശയം ശക്തമാണ്. വീട് വിട്ട് ഇറങ്ങുന്നവർ, കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ തേടിയുള്ള പലായനങ്ങൾ, സുരക്ഷാ വീഴ്ചകൾ, തിരക്കേറിയ നഗരപ്രദേശങ്ങളിൽ CCTV നിരീക്ഷണത്തിന്റെയും പോലീസ് പെട്രോളിങ്ങിന്റെയും പോരായ്മകൾ. കാണാതായവരിൽ വലിയൊരു വിഭാഗവും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കോളനിയിൽ നിന്നുള്ള ആളുകളാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഈ സാഹചര്യം നേരിടാൻ ഡൽഹി പോലീസ് പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. കാണാതായവരെ കണ്ടെത്താൻ ഓപ്പറേഷൻ മിലാപ് പോലെയുള്ള പദ്ധതികൾ ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും പ്രതിദിനം വർദ്ധിച്ചു വരുന്ന ഈ കണക്കുകൾ പോലീസിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ വിഷയത്തിൽ പൊതുജനങ്ങളുടെ സഹകരണവും സോഷ്യൽ മീഡിയയുള്ള ജാഗ്രതയും വലുതാണ്. നമ്മുടെ രാജ്യത്ത് ഒരു വർഷം കാണാതാകുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും കണക്ക് വളരെ വലുതാണ്. അതിൻ്റെ കൂടെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നത്.